അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ എണിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ കൈക്കോട്ട് എടുത്തിട്ട് തുടങ്ങണം കേട്ടോ. അപ്പോൾ കുറച്ച് വഴുതിരിങ്ങ തെയ്യുണ്ട്, കവുങ്ങും തെയ്യ് വെച്ചതാണ്. അതൊക്കെ വലുതായി. അപ്പോൾ അതിൻ്റെ ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കലുണ്ട് പണി. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുറച്ച് ചെറിയ വഴുതിരിങ്ങ തെയ്യൽ പിരിഞ്ഞ് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ കുഴിയെടുത്തിട്ട് ലേശം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിൽ വഴുതിരിങ്ങ തെയ്യ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് വഴുതിരിങ്ങ തെയ്യൽ നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലായിടത്തും. അപ്പോൾ ഒഴിഞ്ഞ പ്രദേശങ്ങളിലൊക്കെ കുറച്ച് വഴുതിരിങ്ങ തെയ്യൊക്കെ നട്ട് വെച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ചുറ്റും വൃത്തിയാക്കി കൊടുത്ത് മണ്ണൊക്കെ വെള്ളം നിൽക്കുന്ന രീതിയിലാക്കി. നല്ല ചൂടല്ലേ, ഇനിയിപ്പോൾ അതിന് കുറച്ച് ചുറ്റും കുറച്ച് ഇലയൊക്കെ കുത്തി കൊടുക്കണം, വെയിൽ ഡയറക്റ്റ് അടിക്കാതിരിക്കാൻ. അപ്പോൾ എല്ലായിടത്തും വഴുതിരിങ്ങ തെയ്യ് ഇതാണ് കേട്ടോ. ഇന്ന് എല്ലാ ഭാഗത്തും ഓരോന്ന് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ മുളക് തെയ്യ്, അരിമുളക് തെയ്യാണ് ഈ കാണുന്നത്. അതുപോലെ മുളക് തെയ്യ്, അതുപോലെ കുറച്ച് ചെണ്ടുമല്ലി, പിന്നെ ഇത് അരിമുളക് തെയ്യാണ്. ഇത് സാധാ പച്ചമുളകിൻ്റെ ഇലയാണ് കാണുന്നത്, പച്ചമുളകിൻ്റെ തെയ്യാണ് കാണുന്നത്. ചെണ്ടുമല്ലികൾ, പിന്നെ ഇത് പടവളങ്ങൻ്റെ ഇത് മത്തൻ, അങ്ങനെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിരങ്ങൻ്റെ ഇലയൊക്കെ ഇത്തിരി വലുതായിട്ടുണ്ട്. ഇത് തക്കാളി ചെടിയാണ് കേട്ടോ, തക്കാളി. ചിരങ്ങൻ്റെ ഇല വന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ കയറിയിട്ടുണ്ട്. ഒരു ചെറിയ പിഞ്ചുണ്ടായിട്ടുണ്ട് കേട്ടോ അതിൽ. പിന്നെ ചേന, അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് വീണ്ടും വഴുതിരിങ്ങ തെയ്യ്.